വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരമായി. അപ്പോൾ ഇവിടുന്ന് ഒരു 59 കിലോമീറ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഈ റോസ്മലയിൽ പോകാനായിട്ട് 59 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും ഡെസ്റ്റിനേഷൻ വൺ ടൈം ട്രാവൽ എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഇതാണ്. എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഫീലാണ് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും. അത് നിങ്ങൾക്ക് പോകുന്ന വഴി കാണാനായിട്ട് പറ്റും. വെള്ളച്ചാട്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ചെറിയ അരുവികൾ പോലെയാണ്, വലിയതായിട്ടൊന്നുമില്ല, എന്നാലും നല്ലൊരു കുളിർമ അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം റോഡിൽ നല്ല തിരക്കുണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ ഇതുവഴി മെയിനായിട്ട് വലിയ കണ്ടെയ്നറും ട്രക്കും എല്ലാം പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഈ മണലെടുക്കുന്ന ലോറികളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നതാണ്. ഇപ്പം നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ കാണാം, അടുപ്പിച്ചടുപ്പിച്ച് വണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇതൊരു ടണൽ പോലെയാണ്. എന്ന് വെച്ചാൽ റെയിൽവേ ക്രോസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതാണ് ഈ ഒരു കുഴപ്പം. എന്ന് വെച്ചാൽ ഗ്യാപ്പ് കിട്ടത്തില്ല. ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാലും ഇവർ നമുക്ക് കണ്ടോ ഇങ്ങനെ അങ്ങ് എടുക്കും. ഇവർക്ക് ബാക്ക് നോക്കിയില്ല, അതാണ് മെയിനായിട്ട് കുഴപ്പം. എന്നാൽ പുള്ളി എന്തൊരു എടുപ്പാണ് എടുത്തത്. ബാക്കി വണ്ടി വരുന്നത് അറിയാമല്ലോ. എന്ന് വെച്ചാൽ ഒരു ലോറിക്ക് പോകാനുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ബസ്സും കൂടി വന്നു കഴിഞ്ഞാൽ, ഇടയ്ക്കൊരു ബസ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഈ ഒരു റോഡിൻ്റെ. എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം എന്ന് വെച്ചാൽ സൈഡിലാണോ പാർക്ക് ചെയ്തേക്കുന്നത് ലോറിയൊക്കെ. അപ്പം റോഡിൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, വളവും തിരിവുമൊക്കെയാണ് കൂടുതലും. എസ് വളവാണ്. അതുകൊണ്ട് തന്നെ നല്ല കെയർഫുള്ളായിട്ട് ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. എന്ന് വെച്ചാൽ മേളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആ ഒരു ഇത് എന്ന് വെച്ചാൽ ചെറിയ അരുവി പോലെ റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കും. അപ്പം ഇറങ്ങി വരുന്ന സമയത്ത് ഇച്ചിരി ടാസ്ക്കാണ്. എന്ന് വെച്ചാൽ അങ്ങനെ കിടക്കുന്നൊരു സമയത്ത്, എന്ന് വെച്ചാൽ മഴയൊക്കെ ആയിട്ടുള്ള സമയത്ത് ആ ഒരു സമയം നല്ല റിസ്ക്കാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വണ്ടിയൊക്കെ ഇറങ്ങി വരും. ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഓവർടേക്കിങ് ഉള്ളൂ. എന്ന് വെച്ചാൽ മേളിലോട്ട് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൈലേജിന് ഇഷ്യൂ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കുന്നത് എക്സ്പൾസാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. എന്ന് വെച്ചാൽ ഇതിന് നല്ല മൈലേജ് ഉണ്ട്. 4V ആണ്, അതുകൊണ്ട് തന്നെ BS6 ആണ്. നല്ലൊരു നമുക്ക് കെയർവും കാര്യങ്ങളും എല്ലാം എടുക്കാനായിട്ട് പറ്റും. പക്ക ഒരു ടൂറർ ഓഫ് റോഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫ് റോഡിങ് പോയൊരു സമയത്ത് ഈ ഒരു വണ്ടി അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം പോകുന്ന സ്ഥലത്തും നല്ല ഓഫ് റോഡിങ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഓഫ് റോഡിങ് അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഓഫ് റോഡിങ് ചെറുതൊന്നുമല്ല, എന്നാലും നല്ല ഓഫ് റോഡിങ്ങാണ്. നമ്മൾക്ക് പോയാൽ മാത്രമേ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു വിഘ്നത മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സമയത്ത് ചില സ്ഥലങ്ങൾ ഇങ്ങനെ കർവിങ്ങും അങ്ങനെ ഒരുപാട് നല്ലൊരു അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലേക്ക് ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ലോകത്ത്. അപ്പോൾ അവിടേക്കൊക്കെ ചെല്ലുന്നൊരു സമയത്ത് നമുക്ക് നല്ലൊരു ഫീലായിട്ട് പോവാം. മാക്സിമം നമ്മൾ ആ ഒരു സ്ഥലത്തിനെ പറ്റി പഠിച്ചിട്ട് തന്നെ പോവുകയാണെങ്കിൽ കുറേയും കൂടിയൊക്കെ നല്ലൊരു ഫീലായിരിക്കും. ഫീലെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീലാണ്. എന്ന് വെച്ചാൽ നല്ലൊരു CC ആയിട്ടുള്ള വണ്ടികളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എല്ലാം വണ്ടിപ്രാന്തന്മാരാണ്. അതുപോലെ തന്നെ ഞാനും ഒരു വണ്ടിപ്രാന്തനാണ്. എനിക്കും ഇഷ്ടംപോലെ വണ്ടികൾ ഓടിക്കണമെന്നുണ്ട്, വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് പൈസയുടെ ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ പൈസയൊന്നുമല്ല ഇതിനകത്ത്, നമ്മുടെ ഹാർഡ് വർക്ക് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ ഹാർഡ് വർക്കിലാണ് എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു എന്ന് വെച്ചാൽ നല്ലൊരു വണ്ടി തന്നെ നോക്കുക. എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ നിർത്തൽ. ആഗ്രഹങ്ങൾ വേണം ലൈഫിൽ, അല്ലാത്തപ്പം നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല ആഗ്രഹമില്ലാതെ. അപ്പോൾ ആഗ്രഹം ഉണ്ടാവണം. ട്രസ്റ്റ് ടു ഗോഡ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിലേക്ക് ഇനി എത്താനായിട്ട് കുറേയും കൂടി നേരമുണ്ട്. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാലോ, ജംഗ്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വേണം ആ ഒരു സ്ഥലത്തെത്താൻ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഓഫ് റോഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് കാണണം.
ഫുള്ള് സ്ക്രിപ്റ്റ് ചെയ്യാതെ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് പുനലൂർ പക്ഷേ ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് വരാത്തതായിട്ടുള്ള സ്ഥലമെന്ന് വെച്ചാൽ ഞാൻ തെന്മലയിൽ അങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ ബൈ റൂട്ടൊന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ തെന്മലയിൽ നമ്മുടെ തെങ്കാശി ഒരു തമിഴ്നാട് ആ ഒരു ടച്ച് ഞാൻ പോയിട്ടില്ല. അത് പോകണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത് ഈ ഒരു ട്രിപ്പ്. അപ്പം നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് കയറി. ഓഫ് റോഡിങ്ങിൻ്റെ വീഡിയോ കിട്ടിയില്ല. ഞാൻ എൻ്റെ ഫോണിൽ എടുത്ത സമയത്ത് ഫോൺ നല്ല വൈബ്രേറ്റിംഗ് ആയിരുന്നു. പക്ഷേ യൂട്യൂബിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് നല്ല വൈഡ് ആംഗിൾ കിട്ടിയില്ല. നല്ല ഫുൾ ഇതിലായിട്ടാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മൾ റീൽ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തൊരു വീഡിയോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഓഫ് റോഡിങ്. എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നല്ല ഏറ്റത്ത് നല്ല ഓഫ് റോഡിങ് ഉണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു തരാം. നല്ല ഇതാണ്. എന്ന് വെച്ചാൽ ഒരു V4 കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. സ്പോർട്ടി ആയിട്ടൊരു വണ്ടി കയറത്തില്ല. അതാണ് അടി തട്ടും. അടി തട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടത്തില്ല. എന്ന് വെച്ചാൽ അത് നല്ല കെയർവായിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് എടുക്കുന്നവർക്ക് ഒരു കുഴപ്പവും കാണത്തില്ല. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്താറായി. ഒരുപാട് കല്ലും എല്ലാം പതിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. നല്ലൊരു ഫോറസ്റ്റ് ഇതാണ്. എന്ന് വെച്ചാൽ തെന്മല കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഡാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഫോറസ്റ്റ് വൈബ് തന്നെയാണ്. നല്ലൊരു സ്ഥലങ്ങളാണ്. ഞാനെന്താ ഈ പാറ തന്നെ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവരെ കാണാൻ കിട്ടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നേരം ഉണ്ട്. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ ഇതാണ് നമ്മൾ ആ ഒരു വ്യൂ പോയിൻറ്റിൽ പോകാനായിട്ട് ഇനിയും കുറച്ചും കൂടി മേളിലേക്ക് പോകണം. പക്ഷേ ഇതാണ് താഴെ നിന്നാലുള്ള കാഴ്ചകൾ. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ആ ഒരു വ്യൂ കാണുന്നത്. എന്ന് വെച്ചാൽ മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഇങ്ങനെ റിവർ ഇങ്ങനെ ക്രോസ് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഐലൻഡ് പോലെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളും എല്ലാം. രണ്ട് മലയുടെ ഇടയ്ക്ക് ഒരു അരുവി റിവർ. അപ്പം നമുക്ക് മേളിലേക്ക് പോകാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടും കാര്യങ്ങളുമാണ്. നല്ല കാറ്റുണ്ട്. അപ്പോൾ എൻ്റെ ഹെൽമെറ്റും എല്ലാം മേളിലേക്ക് പോകുമ്പോഴത്തേക്കും പണി കിട്ടുമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ മേളിൽ നല്ല ക്രൗഡായിട്ടുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് പണി കിട്ടും. അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ പോയിൻറ്റിലേക്കുള്ള ഒരു ഹോൾട്ട്. ഇവിടുന്നാണ് നമ്മൾ ആ ഒരു സ്ഥലം കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഐലൻഡ് ദ്വീപ് പോലെ കിടക്കുന്നത്. എന്ന് വെച്ചാൽ മണ്ണ് വന്ന് എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം നേരത്തെ ഇതുവഴി റിവർ ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കാണുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കേരളത്തിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ആയതാന്ന് തോന്നുന്നു. ഇങ്ങനെ വേർവിട്ട് ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് നിങ്ങൾ താഴെ ഷെയർ ചെയ്യുക. അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു സ്ഥലം റോസ്മല നമ്മുടെ തെന്മലയിൽ വന്നിട്ട് ഞാൻ മൊത്തത്തിൽ പറയാം. നമ്മുടെ പുനലൂരിൽ ആദ്യമേ ലൊക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മാപ്പിൽ തന്നെ ഗൂഗിൾ മാപ്പിൻ്റെ ഇത് ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങളൊരു ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.